ഇതാണ് നമ്മളെ തുർക്കി ഇസ്താംബൂളിലെ ബ്ലൂ മോസ്കിന്റെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റ്. അതായത് ബ്ലൂ മോസ്ക് ഇതിന് തൊട്ടപ്പുറത്താണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് ഭയങ്കര രസമാണ് ഈ മാർക്കറ്റ്. ശരിക്കും നമ്മളെ മണാലിയിലുണ്ട്, മണാലിയിൽ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ ശരിക്കും കാണാൻ. കുറേ ഷോപ്പുകൾ, അത് ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു സ്ഥലം. ഓർക്കെടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് കുത്തുക. ഇതിപ്പോ ഇവിടെ തന്നെ പൊട്ടിപ്പോവും. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇത് പക്ഷി, സോറി, ഇനി പക്ഷിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു. എടാ കണ്ണനെ കൊത്തിക്കൊണ്ടുവാ. ഇങ്ങനെ പിടിച്ചാല് എന്താ വരുന്നതാണത്? എടാ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് റൈറ്റ്. ഞാൻ പറഞ്ഞ ഈ നാടിന്റെ പ്രത്യേകത ഇതുണ്ടാ, ഇവിടെ ഇങ്ങനെ കുത്തനെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡാ. പക്ഷേ എങ്കിൽ ഈ വഴിന് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇടിച്ച് നിരപ്പാക്കാണ്ട് എങ്ങനെയാണോ ഇതുണ്ടായത് അതുപോലെ തന്നെ അവിടെ ബിൽഡിങ് വെച്ചിട്ട് ചെരിച്ച് ഇങ്ങനെ കുത്തനിറങ്ങി പോകുന്ന പോലെയാണ് തുർക്കിയിലെ എല്ലാ സ്ഥലത്തും. നിങ്ങൾ ഇസ്താംബൂളിലാണെങ്കിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് ഓരോ ബിൽഡിംഗ് എടുക്കും തോറും അവിടുത്തെ മണ്ണൊന്നും ഇടിച്ച് നിരപ്പാക്കാണ്ട് എങ്ങനെയാണോ ആ ഭൂമി ഉണ്ടായത് അതേ ഘടനയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പെല്ലാം പ്രത്യേക തരമാണ്. ഇത് ഫുള്ള് കോഫിയാണ് ഇവിടെ കാണുന്നത്. ചോക്ലേറ്റ്സ്, കോഫി. ഹായ് ഹായ്. ഹായ്. സൈഗി റെസ്പെക്ട്. നമ്മൾ ഇസ്താംബൂളിലെ ഇസ്തിക്ലാൽ സ്ട്രീറ്റിലാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇസ്താംബൂൾ വന്ന ദിവസം മുതൽ ഇവിടെ ഏത് സ്ഥലത്താണ് പോകേണ്ടത് കൺഫ്യൂഷനാണ്. നമുക്ക് എങ്ങനെ പോയാലും നല്ല കിടിലം വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ലോക്കൽസിനേക്കാളും കൂടുതൽ പോകുന്ന ടൂറിസ്റ്റ് അവിടെ ഉള്ളത്. ഈ ഇസ്താംബൂൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയും ആൾക്കാരുള്ളൂ. അതേസമയം തുർക്കിയിൽ നമ്മൾ വന്ന റോഡ് ആ ഭാഗത്തൊന്നും കാര്യമായി, അതൊരു നാച്ചുറൽ ഏരിയ ആണ്. പക്ഷേ ഇത് വെച്ചാൽ ഏറ്റവും കൂടുതൽ തുർക്കിൻ്റെ ഒരു മെയിൻ എക്കണോമിക് ഏരിയ ആണിത്. ഒരു ചെറിയ യൂറോപ്പ്, ഒരു കുഞ്ഞു യൂറോപ്പിലോട്ട് നമ്മൾ പോകുന്ന പോലെ ഫീല്. US പോളോ, പിന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും കോപ്പി കിട്ടുന്ന സ്ഥലമാണ് തുർക്കി. അതുകൊണ്ട് ഇവിടെ ആ ഡ്രസ്സിൻ്റെ ഇപ്പോൾ നമ്മൾ അഡിഡാസിനെല്ലാം ഒരു 300-400 എല്ലാം ദിർഹംസ് US കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ നേരെ പകുതിക്ക് കോപ്പി കിട്ടുമെന്നാണ് പറയുന്നത്. LC വേക്കിക്ക്. പിന്നെ ഇതെന്താ തെക്സിം മായ. നമ്മളെ ഇസ്താംബൂളിലെ യാത്ര, തുർക്കി യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ വന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മിച്ചൊരു കാര്യം, യൂറോപ്പ് രാജ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ തുർക്കിയിൽ ഞാൻ പിന്നെ എല്ലാ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട് തോന്നുന്നു. പക്ഷേ നമ്മൾ തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പകുതി അല്ലെങ്കിൽ കാൽ ഭാഗം യൂറോപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ് തുർക്കി. ഇത് ഏറ്റവും ഫേമസ് ആയ സംഭവം, ഇത് ദുബായിലെല്ലാം ഉണ്ട്. ഇത് ഐസ്ക്രീം കൊടുത്തിങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന സംഭവം. നോക്കി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നേ ഇല്ല. ഓൻ്റെ ഒരു സബൂർ. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ കയറി വരുന്ന മാർക്കറ്റിലൂടെ കയറിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് കയറണം. ഇത് ഭയങ്കര രസമാണ്. നോക്കിയിട്ട് ഫുൾ അവർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള. പിന്നെ ഇവിടുത്തെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചത് വലിയ വലിയ മിനാരങ്ങളാണ് ഇവിടുത്തെ ഈ നാട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാം ഇങ്ങനെ നമ്മൾ പണ്ട് മുഗളന്മാരെ കുറേ നിർമ്മിതികളില്ലേ, പാലസുകൾ, താജ്മഹലാണെങ്കിലും ഫത്തേപൂർ സിക്രി ആണെങ്കിലും അങ്ങനെ പലതരത്തിലും മുഗളന്മാർ എന്തെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്നു അതെല്ലാം ഇവിടുന്ന് വന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇറാനിൽ നിന്നാണ് മുഗളന്മാർ ആഗമനം. അപ്പം ഇറാനിലെ കൾച്ചേഴ്സാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന മുഗളന്മാരുടെ എല്ലാ സാധനവും. കുത്തബ് മിനാറാണെങ്കിലും താജ്മഹലാണെങ്കിലും അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രിയുടെ കുറേ അക്ബറിൻ്റെ പാലസാണെങ്കിലും എല്ലാം അവിടുന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇന്ത്യയിൽ ഇതുപോലത്തെ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അഭിമാന കാര്യമാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് കാണുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ് തുർക്കിയിലുള്ളത്.
പണ്ടത്തെ ഇവിടെ ഉണ്ടായിരുന്ന സംഗീതം കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ണ് ചിപ്പിക്കുന്നൊരു സംഭവമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്. അങ്ങനെ ഇതാ ഇസ്തംബൂൾ നഗരത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നു. ഈ ഒരു സ്ക്വയർ ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ്. ഇത് കാണാൻ തന്നെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളുടെ ഒരു സംഘമാണ് ഇസ്തംബൂൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദുബായ് ആണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ്. ഭയങ്കര ആൾക്കാർ ദുബായ് എയർപോർട്ടിന് അത്രയും എൻഗേജ് ആയിട്ടുള്ള എയർപോർട്ട്. പക്ഷേ ദുബായ് എല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇസ്തംബൂൾ എന്ന് പറഞ്ഞ ഒരു സിറ്റി എനിക്ക് തോന്നുന്നത് ഏഷ്യയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു വലിയ രീതിയിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത് ഏഷ്യയിൽ തന്നെ നമുക്ക് കാണുന്ന കുറേ പലതരം പാശ്ചാത്യ കൾച്ചേഴ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഇസ്തംബൂൾ. ഏതൊരു രാജ്യത്തിനും ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിലൂടെയാണ് ഏറ്റവും വലിയ വരുമാനം. അപ്പോൾ പക്ഷേ തുർക്കി വിസ കിട്ടാൻ കുറച്ച് പാടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ബാലൻസ് എല്ലാം കാണിക്കണമെന്നും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ തുർക്കി വിസ കിട്ടിയത് നമ്മൾ കുവൈത്തിലെ അംബാസിഡർ പോയി കണ്ട സമയത്ത് അവിടെ റീവൻ എന്ന് വെച്ചൊരാളുണ്ട്, മൂപ്പരാണ് അംബാസിഡർ വിളിച്ച്, തുർക്കി അംബാസിഡറാണ് എനിക്ക് ഈ വിസ മൂപ്പർ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിസ 2 ദിവസം കൊണ്ട് കിട്ടിയത് കുവൈത്തിൽ നിന്ന്. കാരണം കുവൈത്തിൽ എനിക്ക് ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ വിസ കിട്ടില്ല. പക്ഷേ ഞാൻ ട്രാവലിൻ്റെ ഇടയിലായതുകൊണ്ട് മൂപ്പർ പറഞ്ഞിട്ട് എനിക്ക് വിസ കിട്ടിയത്. 60 KD ഞാൻ തുർക്കി വിസയ്ക്ക് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എനിക്കൊന്നത് ഓൾമോസ്റ്റ് നമുക്ക് ഏഷ്യൻ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയിരുന്ന ഒരു വിസൻ്റെ പ്രൈസാണ് തുർക്കിൻ്റെ വിസ. ഇതിവിടുത്തെ ഒരു പോലീസിൻ്റെ വണ്ടിയാണ് ഇത്. ഇവിടുത്തെ ലേഡീസ് പോലീസിൻ്റെ അതൊക്കെയായിട്ട് ഡ്രസ്സ് ഫുള്ള് മഫ്തയിലിട്ട് കിടിലൻ യൂണിഫോമിലാണ്. തുർക്കി പോലീസ് ഭയങ്കര മുഞ്ചന്മാരാണ്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. എന്താ സ്റ്റൈൽ ആ പെണ്ണുണ്ടല്ലോ, ആ പോലീസ് എന്താ സ്റ്റൈലോളെ കാണാൻ. മറ്റേ പോലീസാണെങ്കിൽ ഭയങ്കര ലുക്ക്. തുർക്കിയിലെ പോലീസുകാർ ഭയങ്കര സ്റ്റൈലാട്ടാ. അവർ യൂണിഫോമിനുണ്ടാവും ശരിക്കും തന്നെ നെട്ടിപ്പോവും. അല്ല കിടിലം മൂവ്മെൻറ്റ്. സൈക്കി റെസ്പെക്റ്റ്. ഗിരീസ് എന്ന് പറഞ്ഞാൽ എൻട്രൻസും ചിക്കീസ് എന്ന് പറഞ്ഞാൽ എക്സിറ്റുമാണ്. ഈ തുർക്കി ഭാഷ നമ്മൾ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് പഠിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ കുടിവെള്ളം കിട്ടുള്ളൂ. ഇതാ ഈ അപ്പാപ്പയാണ് ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു പോയത്. യെസ്, ഓക്കെ. ഇവർ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് സ്വീറ്റ്സ് തന്നു കേട്ടോ, ചോക്ലേറ്റ്സ്. ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് സാധനം കിട്ടും. അത് ഇവിടെ ഇന്നലെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. ഇത് ഫുള്ള് സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഇത്. ഓക്കെ, ഇത് ഇസ്തംബൂളിലെ പഴയ ഒരു വാച്ച് ടവറാണ്, ഗലാട്ട ടവർ എന്നാണ് പറയുക. അപ്പോൾ പഴയ കാലത്ത് നിർമ്മിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ അടുക്കി വെച്ച കല്ലുകളെല്ലാം ശരിക്കും ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കൾച്ചർ മിക്സ് ആയിട്ടാണ് ഈ ഒരു ടവർ ഉള്ളത്. പണ്ട് കാലത്തെ ആർമീസ് എല്ലാം ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇവിടെ ഫുള്ളും വീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ചീസ് കേക്ക് ഉള്ളത് ഈ ഒരു സ്ഥലത്താണ്. കേക്കിൻ്റെ മെയിൻ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് കൊണ്ട് ചെന്ന് നോക്കണം. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട്. ഓരോ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും 1964 മുതലുള്ള റെസ്റ്റോറൻറ്റാണെന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ, ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഒരു ചെറിയ യൂറോപ്പിലേക്ക് പോയ ഒരു ഫീലായിരിക്കും ഇസ്തംബൂളിൽ വന്നു കഴിഞ്ഞാൽ. തുർക്കിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെയില്ല. ഈ യൂറോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ മാത്രമേ ഇങ്ങനെയുള്ളൂ.
സാധനമില്ല. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഉന്തുവണ്ടിയിൽ ഇവരിടുന്ന് ഫുഡ് വെക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലെ ഉന്തുവണ്ടി വേറെ ടൈപ്പ്, പക്ഷേ ഇത് കുറച്ചും കൂടി ലക്ഷറി ഉന്തുവണ്ടി. നല്ല വൃത്തിയുണ്ട്, നല്ല മുഞ്ചുണ്ട് കാണാൻ. മെയിനായിട്ട് നമ്മൾ ഈ വാൽനട്ടില്ലേ, അതാണ് ഇവരിങ്ങനെ പിന്നെ ഗ്രില്ല് ചെയ്തിട്ട് വാൽനട്ട് കൊടുക്കുന്നത്. ഇതാണ് ചീസ് കേക്ക്, ഏറ്റവും പ്രശസ്തമായ ചീസ് കേക്ക് ഇത്. അപ്പോൾ ഇവിടെ ഒരു ചീസ് കേക്കിന് 400 രൂപയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് തിന്നാൻ പോകുന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പെല്ലാം പ്രത്യേക തരാണ്. ഇതൊക്കെ ഫുള്ള് കോഫിയാണ് ഇവിടെ കാണുന്നത്. ചോക്ലേറ്റ്സ്, കോഫി. ഹായ് ഹായ്. ഹായ്. ടേക്ക്. യു ഡോണ്ട് വറി. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫേമസ് ചീസ് കേക്ക്. അപ്പോൾ ഇത് ഇവിടെ ഈ സ്ഥലത്ത് വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ ഈ ചീസ് കേക്ക് തിന്നാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അത്രക്കും ഫേമസ് ആണ്. ഇസ്തംബൂളിലെ ഈ ഗലാട്ട ടവറിൻ്റെ ഫ്രണ്ടിലുള്ള ചീസ് കേക്ക് ഇത് ഭയങ്കര ഫേമസ് ആണ്. സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. നല്ല ചോക്ലേറ്റ് വാരി ഒഴിച്ച് നീലത്ത്. ഞാൻ പറഞ്ഞ ഈ നാടിൻ്റെ പ്രത്യേകത ഇത് കണ്ടാ. ഇവിടെ ഇങ്ങനെ കുത്തനെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡാണ്. പക്ഷേ എങ്കിൽ ഈ വഴിന് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇടിച്ച് നിരപ്പാക്കാണ്ട് എങ്ങനെയാണോ ഇതുണ്ടായത് അതുപോലെ തന്നെ അവിടെ ബിൽഡിങ് വെച്ചിട്ട് ചെരിച്ച് ഇങ്ങനെ കുത്തനെ ഇറങ്ങിപ്പോകുന്ന പോലെയാണ് തുർക്കിയിലെ എല്ലാ സ്ഥലത്തും. നിങ്ങൾ ഇസ്തംബൂളിലാണെങ്കിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് ഓരോ ബിൽഡിംഗ് എടുക്കും തോറും അവിടുത്തെ മണ്ണൊന്നും ഇടിച്ച് നിരപ്പാക്കാണ്ട് എങ്ങനെയാണോ ആ ഭൂമി ഉണ്ടായത് അതേ ഘടനയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെയുള്ള ബിൽഡിംഗ് വരെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഇത്ര ഹൈറ്റിലുള്ളത് കൊണ്ട് അങ്ങ് താഴെയുള്ള ബിൽഡിംഗ് വരെ ഇങ്ങനെ കാണാൻ പറ്റുന്നു. ഇതൊരു പ്രത്യേക കഴിവ് തന്നെ കേട്ടോ. സലി സബാഹി സനാവിസൽ, ഇത് ഇവരുടെ ഭാഷയിലാണ്. നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1453 ഈ ടവർ എടുത്തിട്ടുള്ളത്. വല്ലാത്തൊരു സംഭവം. ഇത് ഭയങ്കര ഒരു ബ്ലൂഷ് ആയിട്ടുള്ളൊരു കളറിലാണ് ഇവിടുത്തെ അധിക നിർമ്മിതികളും കല്ലുകളും ബിൽഡിംഗ് എല്ലാം നോക്കുകയാണെങ്കിൽ. ഈ ഒരു തെരുവിലൂടെ ഇഷ്ടം പോലെ ഷോപ്പും കാര്യങ്ങളുണ്ട്. എങ്ങനെയെല്ലാം ടൂറിസം ഒരു രാജ്യത്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഇസ്തംബൂൾ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതെല്ലാം പഴയ ബിൽഡിങ്ങാണ്. പഴയ ബിൽഡിങ്ങിൻ്റെ ഓരോ സൈഡിലും കച്ചവടക്കാരിരിക്കുന്നുണ്ട്. തെരുവ് കച്ചവടം നല്ലോണം പൊടിക്കുന്ന സ്ഥലമാണ് ഇസ്തംബൂൾ. അധികവും ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനെ തൂക്കിയിടുന്ന കുറേ സാധനങ്ങളുള്ളത് എല്ലാ സ്ഥലത്തും. പിന്നെ വെള്ളത്തിന് 30 ലിറിയാണ്, 60 ഉറുപ്യ. നമ്മളെ നാട് പോലെയല്ല, ഗൾഫ് പോലെയല്ല. ഗൾഫിന് ശേഷം ഞാൻ എത്ര അധികവും എടുങ്ങാറായത് വെള്ളത്തിൻ്റെ പൈസയാണ്. ഗൾഫിൽ നമുക്ക് GCCയിൽ വെള്ളം ഫ്രീ ആണ്. പള്ളിയിലാണെങ്കിലും റോഡ് മുതൽ അറബികളുടെ വീടിൻ്റെ പുറത്ത് വരെ വെള്ളം കാണാം. പക്ഷേ ഇറാഖ് മുതൽ ഇങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ വെള്ളം കിട്ടില്ല. അതാണ് സാൾട്ട് ബേ. എല്ലാവർക്കും അറിയാം. ഫിഫൻ്റെ സമയത്ത് ഞാൻ അയാളെക്കുറിച്ച് കുറേ അറിഞ്ഞ. സാൾട്ട് ബേ തുർക്കിക്കാരനാണ് ഇസ്തംബൂളിൽ. അവൻ്റെ റെസ്റ്റോറൻ്റാണ് ഇത്. ഭയങ്കര ഇവിടെ പിന്നെ പൈസ, ദുബായിൽ ഭയങ്കര പൈസയാണ്. മറ്റേ ഇത് എന്താ ശരിക്കും ഇവർ കൊടുക്കുന്നത്? ബർഗറാണ്. ഇവിടെ 1600 ഉറുപ്പ്യല്ലാന്നൊരു ചെറിയ ബർഗറിനല്ല ഇവർ മേടിക്കുന്നത്. അത് ഫുള്ള് കോംബോ ഓഫർ. നല്ല ഫേമസ് റെസ്റ്റോറൻ്റ് എല്ലാം എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇവിടെ നമ്മളെ ബുറാക്കിൻ്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇസ്തംബൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു GCCയിലും കുറേ യൂറോപ്പ് സ്ഥലത്തെല്ലാം ഉണ്ട്. ഇനി ഇതാ ഞാൻ വാങ്ങിയ സെയിം ഷൂ ആണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യം പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചു. അതായത് എങ്ങനെയാണോ തുർക്കിൻ്റെ ഭൂഘടന അതുപോലെയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളുണ്ടാകും കുത്തൻ ഇറങ്ങി പോകുന്ന താഴേക്ക് റോളർ കോസ്റ്റർ പോലെയാണ് തുർക്കിയിലെ പിന്നെ ഇസ്തംബൂളിൽ തുർക്കിയിലെ എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയി കിട്ടാൻ. നമ്മളിങ്ങനെ താണു പോയ ചെയ്യുന്നത്. അതേസമയം വേറെ നാടാണെങ്കിൽ ആദ്യം മണ്ണിട്ട് പൊതിച്ച് നിരപ്പാക്കിയിട്ടാണ്. പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഈ നാടിനൊരു മുഞ്ച് കാണുന്നത്. നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടോ. ഇത് 98 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി ഇങ്ങനെ ഇറങ്ങിയിട്ട് കുത്തനെ സൂചി കുത്തു പോകുന്ന പോലെ ഒരു പോക്കോന്ന്. അതുകൊണ്ട് അങ്ങ് വരെയുള്ള ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണ്. ഇങ്ങനെ വന്നിട്ട് വണ്ടിയിൽ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് കുത്തനെ പോകുന്നുണ്ടോ. ഇങ്ങനൊരു പോക്ക താഴേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ കോപ്പി കേട്ടോ. തുർക്കിയിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകളുടെ ബ്രാൻഡുകളുടെ കോപ്പി ഇടുന്ന സ്ഥലമായത്.
ലാക്കോസ്റ്റ്, പോളോ അങ്ങനെ ഇതുണ്ട്. ഷൂ കണ്ടെങ്കിൽ ഷൂവിനെല്ലാം പൈസ കുറവാണ്. ഏകദേശം ഒരു നാട്ടിൽ 2000 ഉള്ളൂ. അതായത് 5000 കൊടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇവിടെ 2000 മാത്രമേ കൊടുക്കട്ടോ. ഇവിടെ ലോക്കൽ സാധനമല്ല കേട്ടോ പക്ഷിയൊക്കെ കൊടുക്കുന്നത്. ഇതൊരു ഫോർക്കിൽ കുത്തിയിട്ടാണ് ഇവർ അതിൻ്റെ മുകളിൽ പോയി നിൽക്കുന്നത്. ഫോർക്ക് എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് കുത്തുക. ഇതിപ്പോൾ ഇവിടെ തന്നെ പൊട്ടിപ്പോവും. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇത് ഇനി പക്ഷിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു. എടാ കണ്ണെല്ലാം കൊത്തിക്കൊണ്ടുവാ. ഇങ്ങനെ പിടിച്ചാല് എന്താ വരുന്നതാണത്? എടാ ഇവിടെ ഇങ്ങോട്ട് റൈറ്റ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 7 ഹിൽ റെസ്റ്റോറൻറ്റ്. ഈ സീഗുള്ളില്ലേ, കടൽക്കാക്ക, ഇതിങ്ങനെ നമ്മൾ ഫുഡ് എടുത്തിട്ട് കൊണ്ടുപോകും. അതാണ് ഇവിടെ മെയിനായിട്ടുള്ള ആൾക്കാരിൽ വന്നിട്ട് ഇവിടുന്ന് വീഡിയോസ് എടുക്കും. അത് വലിയ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഇങ്ങനെ കയറാം. അപ്പോൾ ഇവരെ എല്ലാവർക്കും ഇങ്ങനെ ഫേമസ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള. പിന്നെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ബാക്കി വരുന്ന ഫുഡാണ് ഈ കാണുന്ന കക്കക്ക് കൊടുക്കുന്നത്. ശരിക്കും ഇസ്താംബൂളിലെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ കുറേ മോസ്ക് ആണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സീഗുള്ളിന് അതിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ തലേൻ്റെ മുകളിലോട്ടെല്ലാം പറക്കും ചിലപ്പോൾ കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൈസ്. അവിടെ ഇതാ കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലൂ മോസ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കടൽക്കാക്ക ഇല്ലാണ്ട് ഇസ്താംബൂളിലെ ഒരു സ്ഥലവും കാണാൻ കഴിയില്ല. ഈ ഒരു ഇസ്താംബൂളിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ കടൽക്കാക്കകൾ തന്നെയാണ്. ഇതിങ്ങനെ ഈ ഒരു പള്ളിൻ്റെ മുകളിലോട്ട് വട്ടമിട്ട് പറക്കുമ്പം വേറെ തന്നെ ഒരു മുഞ്ചമാണ് കാണാൻ. ഇതുണ്ട്, ഇത് ഇവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നതാണ്. തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളിയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിന് പ്രത്യേകത യൂറോപ്പും ഏഷ്യയും മിക്സ് ചെയ്ത് കൂടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു ഭാഗം. നമ്മൾ ബേക്കിൽ കാണുന്ന കടൽ ഫോസ്ഫറസ് എന്നാണ് അതിന് പറയുക. അതൊരു കനാലായിട്ടാണുള്ളത്. അപ്പോൾ ഏകദേശം 3 ഫേമസ് ആയിട്ടുള്ള പാലങ്ങളുണ്ട് ഇവിടെ ഇസ്താംബൂളിൽ. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാൻ ബാക്കിയാണ്. ഇതിവിടുത്തെ മെയിൻ പ്രത്യേകത ഇങ്ങനെ ആൾക്കാർ വന്ന് ഇതിൻ്റെ മുകളിൽ ഇതുണ്ട്, ഈ പക്ഷി ഫുഡ് ഇതുണ്ടോ എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് ആൾക്കാർ. എടുത്തോളെ ഇതാണ് നമ്മളെ തുർക്കി ഇസ്താംബൂളിലെ ബ്ലൂ മോസ്കിന്റെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റ്. അതായത് ബ്ലൂ മോസ്ക് ഇതിന് തൊട്ടപ്പുറത്താണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഭയങ്കര രസമാണ് ഈ മാർക്കറ്റ്. ശരിക്കും നമ്മളെ മണാലിയിൽ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ ശരിക്കും കാണാൻ. കുറേ ഷോപ്പുകൾ, അത് ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു സ്ഥലം. ഇസ്താംബൂളിലെ ഒരു കോർണീഷിൽ നമ്മൾ വന്ന് നോക്കിയാട്ടെ. ബിൽഡിങ്ങും കടലും കപ്പലും എന്താ മക്കളെ, ഇതെന്താ നാടാ ഇത് നോക്കിയാ. അവിടെ കണ്ട ഇതെല്ലാം ഫുൾ ടൂറിസ്റ്റ് ബോട്ടാണ്. ഇഷ്ടംപോലെ ഇവരെന്നെ ഉള്ളത് ടൂറിസ്റ്റുകൾ. വലിയ ക്രൂയിസ് വേറെയുണ്ട്. എംബസി, യുനിസെഫ്. ടൈറ്റാനിക് പോലെയല്ലേ കാണാൻ. ബസ്സിലൊക്കെ ശരിക്കാണ്. അതാണ് പോലീസ്. നല്ല യൂണിഫോം അല്ലേ. ടൂറിസ്റ്റ് എങ്ങനെ ചെയ്യണം ഈ രാജ്യത്തിന് കണ്ടുപഠിക്കണം. നോക്കിയാട്ടെ, ഫുള്ള് ഫോറിനേഴ്സ് ഈ വണ്ടിയിലുള്ളത്. ഒരു 2 ഡബിൾ ഡെക്കർ ബസ്സിൽ. അത് മുകളിൽ തുറന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ മുംബൈയിലെല്ലാം കാണുന്ന പോലത്തെ സംഭവം ചെയ്യുന്നു. പക്ഷെ ചൂടായത് കൊണ്ട് അവരെന്തോ മറിച്ചതാണ്. തുറക്കുന്ന സാധനം കേട്ടോ. അത് ചൂടായത് കൊണ്ട് ഷീറ്റ് കൊണ്ട് മറിച്ചതാണ്. വലിയ ഷിപ്പ് അതാ കാണുന്നത്. കപ്പലുകളുണ്ട് നിരക്കാൻ വെച്ച്. ഇനി ഇതിൽ ട്രാം പോകുന്ന വഴിയാട്ടാ, അതിലൂടെ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇതാണ് മക്കളെ ബ്ലൂ മോസ്ക്, ഓട്ടോമാൻ്റെ ബ്ലൂ മോസ്ക്. അങ്ങനെ ഇവിടെ പാർക്കിംഗ് സ്ഥലത്ത് ഞാൻ നമുക്കൊന്നൊരു ഫോട്ടോ എടുത്തിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മുപ്പെടുത്ത് വന്നതാണ്. നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഭയങ്കര കിടിലൻ വ്യൂ ആട്ടോ. ഇവിടെ നോക്കിയിട്ടെ, നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മഹീന്ദ്ര തോർ KL രജിസ്ട്രേഷൻ പഠിച്ചോളി. റെസ്റ്റോറൻറ്റ് വന്നേ കേട്ടോ ഫുഡ് കഴിക്കാൻ. ഇതന്നെ ഇവർ ഫുഡ്, എഗ് വിത്ത് സോസേജ്, പെപ്പറി. ടോസ്റ്റ്. ചെറിയൊരു ഷോപ്പാണല്ലോ ഇവരത്. Excuse me, do you have this one? Sorry? Toast? Okay.
Which chicken or cheese? What sauce? Chicken sauce. This is tomato cheese. This is sausage cheese. Sausage with chicken. Sausage chicken. Yeah. Other one no? Adava abla bak. This is for toast. No problem. This köfte meatball. Potato. Yeah. This Okay. is Chicken. şey ya. What is this chicken salt? This is chicken saute. Salt means what? Tomato sauce with chicken. Do you have any other types? Rice, some noodles, pasta? No. Only toast. You want rice? Yeah. No, the small one, fried rice. I mean, Okay. For one portion I see. what is tuna? Tuna salad means what? Huh? That's fish. Do you have bread with tuna salad? Okay, I can take it. ഇവിടെ നിന്നെങ്കിൽ ഇവർക്ക് ചെറിയൊരു ഷോപ്പാട്ടാ, ചെറിയൊരു സ്റ്റൗലാണ് ഇവര്. യു നോ ബ്രദർ, ദ സ്മോൾ സ്പേസ് ഗുഡ്. ചെറിയൊരു ഷോപ്പിലാണ് ഇവർ രണ്ടാളും. ഈ ഷോപ്പ് ഒരു ഹോട്ടൽ നടത്തുന്ന കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇവര് ഫുഡ് ഇവിടുത്തെ നോക്കാം. ഡു ഹാവ് എനി ഫ്രഷ് ജ്യൂസ്? Only orange? How much for orange? 130. Okay, one orange juice. പണിയെടുക്കാൻ വിചാരിച്ച ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും പണിയെടുക്കാന്ന് കാണിച്ചു തരുന്നൊരു നാടാണ് കേട്ടോ തുർക്കി. നോക്കി ഇവർ രണ്ടാൾ നടത്തുന്നതാണ് ഈ ഒരു ഷോപ്പ്. ആകെയും മൂന്നാക്കി ഇരിക്കേണ്ട സ്പേസ് ആണല്ലോ. പക്ഷേ എങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ആൾക്കാർക്ക് അവിടെ അവരെല്ലാം വന്നിട്ട് പിന്നെ ചായ കുടിക്കുന്നത്, പിന്നെ കുറേ ഇവർ ഹുക്ക വലിക്കുന്നുണ്ട്, ആ സംഭവമെല്ലാം ഉണ്ട്. ചായ എന്നാണ് എടുത്ത മെയിൻ. ഒരു ടോസ്റ്ററും ഒരു ഫ്രിഡ്ജും 4-5 കസാലയും കൊണ്ട് ഇവരെ സംഭവം സെറ്റായി. ഇവിടുത്തെ എല്ലാ ഫുഡിനും എന്താ ഫസ്റ്റ് കുറച്ച് സലാഡ് കൊണ്ടേക്കും, പിന്നെ ബ്രെഡ് ഉണ്ടാവും. ഇതാണ് സൂപ്പ്, ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇത് പച്ചമുളകിൻ്റെ ഒരു ചമ്മന്തിയാണ്, നമ്മളെ മുളക് പൊടി തന്നെ സാധനം, പക്ഷെ അതിനെ വേറൊരു ടൈപ്പിൽ ഇതുണ്ടാവും എല്ലാത്തിനും കൂടെ. പിന്നെ തൈരിൽ ഉണ്ടാക്കുന്നൊരു സാധനം ഇത്, അതിൻ്റെ ഒരു സലാഡ്. ഇതാണ് ഇവരുടെ റൈസ്, വലിയ റൈസ് കേട്ടോ, വലിയ പ്ലേറ്റ് നിറച്ച സാധനമുണ്ട്. ഇത് റൈസല്ല, ഇത് ഗോതമ്പ ശരിക്കും പറഞ്ഞാൽ. അതിനാണ് ഇവരുടെ റൈസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട അതേ സാധനമാണ് ഇപ്പോഴത്തെ റോഡിൽ നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. നോക്കിയിട്ട് ഇത്രയും ആൾക്കാർ ടൂറിസ്റ്റ് ബോട്ട്. ഇത് ഫെറി ടൂറാണ്, ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കുറേ കുട്ടികൾ വെള്ളം വിൽക്കുന്നത്. അവർ വെള്ളം കുപ്പി എടുത്തിട്ട് അപ്പാട് വണ്ടിനുള്ളിൽ ഇടയുന്നത്. അതിൻ്റെ ഓൾറെഡി കുറേ വെള്ളം ഉണ്ട്, അതുപോലെ അടുത്ത് ചില്ലറയില്ല. ഇനി പോയിനൊക്കെ കൊടുത്താൽ നോ ഐ ഹാവ് വാട്ടർ. No need. No school? No school? സ്കൂളൊന്നും പോകാത്ത കുട്ടികളുണ്ട്. തുറാൻ. ഓക്കെ ബൈ. ഇതൊക്കെ ഇവിടെ ഗ്ലാസ് താത്തിക്കില്ലെങ്കിൽ പണി കിട്ടും. ഇതൊക്കെ അത് താത്തി ഇതാ പ്രശ്നം. ഐ ടേക്ക് യുവർ വീഡിയോ. ഗോ കാലിറങ്ങു, വിട്ടോ. എന്തായി കുട്ടികൾ നോക്കിയിട്ട് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാ. ഞാൻ ആരും ഗ്ലാസ് ആക്കിയിട്ടില്ല, ഞാൻ മാത്രം ഗ്ലാസ് ആക്കില്ല. ഇവനാണെങ്കിൽ വണ്ടിൻ്റെ കൂടുതൽ എനിക്ക് ഒരു കാലൻ ടയറിൽ മുക്കുമെന്ന് കുടുങ്ങുമെന്ന് പേടിയാണ്. നമുക്ക് ഗ്ലാസ് പൊട്ടിച്ചാളിയാ. നോ നീഡ് ബ്രോ. ഇങ്ങനെ ഇവിടെ കുറച്ച് കുട്ടികളെ കാണുന്നുണ്ട് കേട്ടാ, വെള്ളം വെക്കുന്നത്, ടിഷ്യൂ വെക്കുന്നത്. ചില കുട്ടികൾക്ക് നമുക്ക് ഓക്കെ, പക്ഷെ എൻ്റെ അടുത്ത് പൈസ ചില്ലറയില്ല. ഞാൻ കുറച്ച് കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് പ്രശ്നമാക്കൂലേ. അതാ ഇസ്തംബൂൾ മെട്രോ കാണാത്ത ആൾക്കാർക്ക് ഇസ്തംബൂൾ മെട്രോ. മുകളിൽ മെട്രോ പോകുന്നുണ്ടോ? എന്തെല്ലാം ഇവിടെ എല്ലാം അറിയാം. ഇവിടെ മെട്രോ ഉണ്ട്, പിന്നെ മെട്രോ ബസ്സുകൾ വേറെ ഉണ്ട്, ട്രാം ഉണ്ട്. ഒരു മായാലോകം തന്നെയാട്ടാ ഇസ്തംബൂള്. ഞാൻ അതുകൊണ്ടാണ് കുർദിസ്ഥാനിൽ നിന്ന് വേറെ അങ്കാരയും കാപ്പഡോക്കെ എവിടെയും കയറേണ്ട ഒറ്റയടിക്ക് ഇങ്ങ് ഇസ്തംബൂളിലേക്ക് വന്നത്. കാരണം ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. ഇത് കണ്ടിട്ട് പിന്നെ കാപ്പഡോക്കെ വഴി ട്രാപ്പ് സോൺ അങ്ങനെ പോകാമെന്നാണ് എൻ്റെ പ്ലാന്. ഇവിടെ കാണാൻ മാത്രം ഭയങ്കര രസമാണ്. പിന്നെ ഇതാ മുമ്പിൽ കുറേ പള്ളികൾ. എല്ലാ പള്ളിയും സെയിം നമ്മളെ ബ്ലൂ മോസ്ക് പോലെ തന്നെയാണുള്ളത്. അതായത് തുർക്കിയിലെ എല്ലാ പള്ളികൾക്കും ഒരേ ഷേപ്പാണ്.
ട്രാംവേ ഇതിലോട്ടെല്ലാം ട്രാം പോകുന്നുണ്ടല്ലോ. നല്ല ചൂട് തുടങ്ങി. ഇതിനു മുമ്പെല്ലാം കുറേ ആൾക്കാർ പറഞ്ഞ് ഭയങ്കര തണുപ്പാണ് തുർക്കിയിൽ. പക്ഷെ തുർക്കി ഇപ്പോൾ ഭയങ്കര ചൂടാണ്. രാത്രി കുറച്ചൊരു തണുപ്പുണ്ട്. ഇനിയിപ്പം ജൂൺ മുതൽ അങ്ങോട്ടേക്ക് ചൂടുണ്ട്. പക്ഷെ എന്നാലും രാത്രി അത്യാവശ്യം കുറച്ചൊരു തണുപ്പെല്ലാം ഉണ്ട്. രണ്ട് സൈഡിൽ നോക്കിയിട്ട് ഇഷ്ടം പോലെ ഷോപ്പുകൾ. ഈ ഷോപ്പ് തന്നെ കണ്ടാൽ മതി, ഇവിടെ നിൽക്കാൻ തോന്നും. അങ്ങനെ പല സാധനങ്ങളും അതും ഇതും, ഡ്രൈ ഫ്രൂട്ട്സും. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാത്രം ഒരു ഷോപ്പാണ്. ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിന് മാല മാല പോലെ പല തരത്തിലുള്ള സാധനമുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത. ഈ എമിനോനു നല്ല രസമില്ലേ പേര് വെക്കാൻ, എമിനോനു. എല്ലാ ടൂറിസ്റ്റുകളും ഫസ്റ്റ് വന്നിറങ്ങുന്ന സ്ഥലമായത്. ബസ് നോക്കിയട്ടെ. എന്തൊരു നീളത്. ഒരു ഫുഡ് വാങ്ങിക്കാനൊന്നും പറ്റൂല, ബ്ലോക്കായി. ഇങ്ങനെ ബ്ലോക്കായി എന്താ ചെയ്യുക? ഇതന്നെ എത്ര മണിക്കൂർ ഇവിടെ ഭയങ്കര പോണെങ്കിലില്ലേ മനുഷ്യൻ്റെ അവസാനം കഴിയും. ഒരു 5 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അങ്ങനത്തെ ആണ് ഇവിടുത്തെ ഇസ്താംബൂളിലെ റൈറ്റിലല്ല പോകണ്ടേ, അങ്ങോട്ടേക്ക് പോകണം. ഇവിടുന്ന് എടുക്കാം. ഇതെന്താ ഇങ്ങനെയെല്ലാം? ഇതെന്താ സിസ്റ്റം, ട്രാഫിക് സിസ്റ്റം നോക്കിയട്ടെ. ഈ പോകുന്നോന് ഇതിലോട്ട് വട്ടം കയറി വന്നിന്, അപ്പം നേരെ ആൾക്കാർക്ക് പോകാനും പറ്റൂല. വല്ലാത്തൊരു ഇടുന്നവരാണല്ലോ ഇവരെ ട്രാഫിക് സിസ്റ്റം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ പിന്നെയും കറക്റ്റ് റൈറ്റും ലെഫ്റ്റും പോകേണ്ട ജംഗ്ഷൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ വളഞ്ഞ് കയറി വന്ന് എങ്ങനെയുള്ള അങ്ങോട്ട് പോവാ? കപ്പലുകൾ കണ്ട നിരക്കാൻ വെച്ച്. ഇതിൽ ട്രാം പോകുന്ന വഴിയാട്ടാ, അതിലൂട്ടാ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അല്ല ഇത് സ്റ്റോപ്പായിരുന്നു. സോറി എനിക്ക് അറിഞ്ഞൂടാ, പോവാൻ പറ്റുള്ളൂ. ഇവരെന്നെ ആടെ തുറന്നു വെച്ചിട്ട് അവിടുന്ന് എങ്ങനെയാ കയറി എന്നുള്ളതാവുമല്ലോ. ഞാൻ വിചാരിച്ച ഓരോ വണ്ടി തട്ടി. അതാണ് ഞാൻ പറഞ്ഞ വാച്ച് ടവർ, തുർക്കിയിലെ ഏറ്റവും വലിയ വാച്ച് ടവർ. നമ്മുടെ ബാക്കിലുള്ളത് ഒരു ബസ്സാണ്. കിട്ടില്ല സീ സൈഡ് നമ്മളെ മുന്നിൽ കാണുന്ന. വാവ് നോക്കട്ടെ, ഇത്ര രസം. ഒഴുകി പോന്ന പോലെ. ട്രാഫിക് പോലീസ്, ഇതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ. നോക്കട്ടെ നമ്മളിങ്ങനെ താഴേക്ക് പോകുന്ന പോലെ. വാവ് എന്താ സ്റ്റൈല്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെയാ, എല്ലാം ഇങ്ങനെ താണ് പൊന്തി ചെരിഞ്ഞ് മറിഞ്ഞ്